എന്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംയുക്ത പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഇത്രയുമാണ്. ഇന്ത്യ US വ്യാപാര കരാർ വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വരുമ്പോൾ ഇത് ആർക്കാണ് ഗുണം, ആർക്കാണ് നഷ്ടം എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കൂ. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ പുകഴ്ത്തിയ ഈ കരാറിലെ പ്രസക്ത ഭാഗങ്ങൾ: ഒന്ന്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ നികുതി ഒഴിവാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 0% നികുതി, ഇമ്പോർട്ട് നമ്മൾ 0% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പക്ഷേ അമേരിക്കയിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ 18%. ഇപ്പോൾ എങ്ങനെയാ ഇങ്ങനെ ഇരിക്കുന്നു? അമേരിക്കയിൽ 18% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, എന്നാൽ ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0%. ഇതാണ് അവസ്ഥ. അപ്പോൾ പരസ്പര വിപണി സൗകര്യങ്ങൾ ഒരുക്കും, മൂന്നാം കക്ഷികളുടെ വിപണി നയങ്ങളെ നേരിടും എന്നുള്ളതാണ് കരാറിൽ പറയുന്നത്. GP ഉപകരണങ്ങളിൽ സംയുക്ത സാങ്കേതിക സഹകരണം ഉണ്ടാവും, ഡിജിറ്റൽ വ്യാപാര മേഖലയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: 45.5 ലക്ഷം കോടി രൂപയുടെ വ്യാപാരം 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ നടത്തണം എന്ന് പറഞ്ഞാൽ ഊർജം, സാങ്കേതിക മേഖല, അതേപോലെ മറ്റു പ്രധാനപ്പെട്ട കൽക്കരി, ഇതേപോലെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളുടേതാണെങ്കിലും എനർജിയുടെ കാര്യത്തിലുമെല്ലാം 45.5 ലക്ഷം കോടി രൂപയുടെ വ്യാപാരം നമ്മൾ നടത്തണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 9 ലക്ഷത്തിലധികം കോടി രൂപയുടെ കച്ചവടം നമ്മൾ അമേരിക്കയുമായിട്ട് നടത്തണം, അഥവാ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങണം. ചെറിയ കഥയല്ല. എന്ന് പറഞ്ഞാൽ ഈ 45.5 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ ബഡ്ജറ്റ് നോക്കിയാൽ ബഡ്ജറ്റിൻ്റെ 83% വരും. ഒരു വർഷത്തെ നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ 83% കച്ചവടം 5 വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ, അത്രയും തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ്. 45.5 ലക്ഷം കോടി. ഊർജം, വിമാനങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി, ഇത്രയും നിർബന്ധമായി നമ്മൾ വാങ്ങിയിരിക്കണം. അമേരിക്കൻ പ്രോഡക്ട്സ് നിർബന്ധമായും വാങ്ങണം എന്നാണ് പറയുന്നത്. അതെത്രയാണ്? ഒരു വർഷം ഏകദേശം 10,000 കോടി $. എന്ന് പറഞ്ഞാൽ 9 ലക്ഷത്തിലധികം കോടി രൂപയുടെ കച്ചവടം നടത്തണം എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴുണ്ടായിരുന്നതുമായ താരിഫ് നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ട്രംപിന് തൊട്ടു മുമ്പുള്ള കാലത്തും നികുതി യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പും 5% മുതൽ 15% വരെയായിരുന്നു പല ഉൽപ്പന്നങ്ങളുടെയും അമേരിക്കയിലുള്ള നികുതി. അത് വളരെ പെട്ടെന്ന് ട്രംപ് വന്ന് ആദ്യം 25% ഒറ്റയടിക്ക് അങ്ങ് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പിഴത്തീരുവയായിട്ട് 25% അധികം കൂടി വരുന്നു. അങ്ങനെ 50% ആവുന്നു. നികുതി യുദ്ധം നടക്കുന്ന സമയത്ത് പിഴത്തീരുവ 50% ആവുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, ഇപ്പോൾ എന്താണ് പിഴത്തീരുവ എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത് പുതിയ കരാറിന്റെ ഭാഗമായിട്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? പിഴത്തീരുവയായിരിക്കുന്ന 25%-ഉം നേരത്തെ ഉണ്ടായിരുന്ന 25%-ൽ 7% കൂടി എടുത്തു കളഞ്ഞ് 18% ആക്കുന്നുള്ളൂ. പക്ഷേ അപ്പോഴും നോക്കൂ, ട്രംപിന്റെ താരിഫ് വരുന്നതിന് മുമ്പ് എത്രയായിരുന്നു? 5 മുതൽ 15% വരെ ആയിരുന്നത് ഇപ്പോൾ 18%. തീർന്നില്ല. ഇനി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വരുമ്പോഴോ 0% ആകുന്നു. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇതാണ് അവസ്ഥ, നമ്മുടെ കരാറിന്റെ അവസ്ഥ. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായും തുറന്നു കൊടുക്കുകയാണോ? അതിലാണ് നമ്മുടെ ആശങ്ക. പ്രതിപക്ഷം ആവർത്തിച്ച് മോദിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് കരാറിന്റെ വിശദാംശങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ വിപണി തുറന്നു കൊടുക്കാൻ പോകുന്നത്? കർഷകരുടെ നട്ടലൊടിക്കുമോ? അവിടെ പൂർണ്ണമായും സബ്സിഡിയോടുകൂടി കൃഷി ചെയ്യുന്ന അമേരിക്കൻ കർഷകർക്ക് അവിടെ ചിലവ് കുറവാണ്, ഉൽപാദന ചിലവ് കുറവാണ്. അവിടെ പക്ഷേ ഇന്ത്യയിലെ ഒരു ശരാശരി കർഷകനെ അപേക്ഷിച്ച് അമേരിക്കയിലെ കർഷകർ 50%-ലധികം സബ്സിഡി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് വിപണിയെ ബാധിക്കാൻ പോകുന്നത്? ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ ധാന്യങ്ങൾ, ചോളം, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, ബദാം, പിസ്ത അടക്കമുള്ളവ, കാലിത്തീറ്റ, പഴങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ, സ്പിരിറ്റ്, ഇവയൊക്കെ നികുതി ഒഴിവാക്കി നമ്മൾ അമേരിക്കൻ വിപണിക്ക് തുറന്നു കൊടുക്കും. ഇത് കൃഷി ചെയ്യുന്ന കർഷകരുടെ കാര്യം ആര് നോക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യാപാര തടസ്സങ്ങൾ നീക്കും. മെഡിക്കൽ ഉപകരണങ്ങൾ, IT ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ അമേരിക്കൻ നികുതി 18% ആക്കുന്നത് തുണിത്തരങ്ങൾക്ക്, തുകലുൽപ്പന്നങ്ങൾക്ക്, ചെരുപ്പ്, പ്ലാസ്റ്റിക്, ജൈവരാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 5%-ഉം 15%-ഉം ഒക്കെ താരിഫ് ഉണ്ടായിരുന്നത് 18% ആക്കി. പക്ഷെ 50-ൽ നിന്ന് കുറച്ചു എന്നതേ പറയുന്നുള്ളൂ. ഇതിൽ നിന്ന് കൂട്ടിയതും പറയുന്നില്ല, ഇന്ത്യ ഒഴിവാക്കിയതും ആരും പറയുന്നതേ ഇല്ല. ഇതാണ് ഇതിലെ വസ്തുത. അമേരിക്കൻ നികുതി 18% ആക്കും. അമേരിക്കൻ നികുതി ഒഴിവാക്കുന്നത് ജനറിക് മരുന്നുകൾ, രത്നങ്ങൾ, വജ്രം, വിമാനഭാഗങ്ങൾ എന്നിവ അമേരിക്കൻ നികുതി ഒഴിവാക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനിടയിലാണ് ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഈ കണ്ടീഷന്റെ ഭാഗമായി
പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കും, പകരം വെനിസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങും എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കരാറിൽ അത് പരസ്യമായി ഈ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ നോക്കൂ, ഈ കണക്കുകൾ കൂടി പ്രേക്ഷകർ അറിയണം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ $4.7 ബില്യൺ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് നോക്കൂ 2.7 ആയി മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ട്രംപ് ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ 2025 ജനുവരിയിൽ $3.6 ബില്യൺ കച്ചവടം ചെയ്തിരുന്ന അത് കഴിഞ്ഞ് $4.7 ബില്യൺ വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്ന നമ്മൾ ഇപ്പോൾ നേരെ കുറച്ച് 2.7 ബില്യൺ ആക്കി മാറ്റിയിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇതിൽ നിന്ന് വീണ്ടും കുറച്ച് നമ്മൾ 25% കുറച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടുമ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും കുറയ്ക്കുന്നു. ഇനി എന്താണ് മന്ത്രി പറഞ്ഞത്? പീയൂഷ് ഗോയൽ, വാണിജ്യ വകുപ്പ് മന്ത്രി, $30 ട്രില്യൺ കയറ്റുമതി നടക്കുമെന്നുള്ളതാണ്. സൗകര്യപൂർവ്വം മറന്നുപോയത്, നേരത്തെ നമ്മളുടെ കയറ്റുമതിക്ക് ലഭിച്ചിരുന്ന 5%, 15%, 18% അത് പറയില്ല. MSME, കൃഷി, മത്സ്യം കയറ്റുമതി വർധനയുണ്ടാവും. കൃഷി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങളും ധാന്യങ്ങളുടെയും കാര്യമോ പറയുന്നില്ല. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാവും. കർഷകരുടെ താല്പര്യം സംരക്ഷിക്കും. കാർഷിക വിപണി തുറന്നുകൊടുത്താൽ കാർഷിക താല്പര്യം എങ്ങനെ സംരക്ഷിക്കുമെന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിന് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ട്രേഡ് ഡെഫിസിറ്റിൽ ഒരു വർധനയുണ്ടാവും. ഈ നമ്മളുടെ വ്യാപാര കമ്മി എന്ന് പറയുന്നത് നമ്മളുടെ കയറ്റുമതി കൂടുകയും ഇറക്കുമതി കുറയുകയും ചെയ്യുമ്പോഴാണ് വ്യാപാര കമ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു വരിക. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അമേരിക്കയുടെ കാര്യത്തിൽ നമുക്ക് കയറ്റുമതി കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറക്കുമതി കൂട്ടണമെന്ന് പറയുന്നു. ആര് പറയുന്നു? അമേരിക്ക പറയുന്നു. ആരുടെ താല്പര്യത്തിന്? അമേരിക്കയുടെ താല്പര്യത്തിന്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ട്രേഡ് ഡെഫിസിറ്റിൽ വർധനയുണ്ടാവും. കാര്യം ഇറക്കുമതി കൂടും, കയറ്റുമതി അതേ നിലയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഇമ്പാക്ട്. രണ്ടാമത്തത്, കാർഷിക വിപണി നമ്മൾ തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ കാർഷിക വിപണി പൂർണ്ണമായും തുറന്നു കൊടുത്താൽ നമ്മുടെ കർഷകരുടെ നട്ടെല്ല് ഒടിയുന്ന സാഹചര്യം ഉണ്ടാവും. വിദർഭയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കൂടുതൽ കർഷക ആത്മഹത്യകളിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയില്ലാതെയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷവും കർഷക സംഘടനകളും ഈ കരാറിനെ സംശയത്തോടു കൂടി നോക്കുന്നത്.